നിലമ്പൂർ വഴിക്കടവ് വെള്ളക്കെട്ടയിൽ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ദൃക്സാക്ഷി 24-നോട് മീൻ പിടിക്കാനാണ് തോട്ടിലിറങ്ങിയതെന്ന് മരിച്ച അനന്തുവിനൊപ്പം ഉണ്ടായിരുന്ന മനീഷ് പറയുന്നു. വൈദ്യുത കമ്പി വെള്ളത്തിലുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. മനീഷ് പറയുകയാണ്. പൊന്തിക്കാൻ വേണ്ടിട്ടാണ് ഇത് പിടിച്ചത്. ഓന്റെ ഒപ്പം വീണു. പിന്നെ തോർത്തുണ്ടായിരുന്നു. തോർത്ത് വെച്ചിട്ട് ഇതുപോലെ വലിച്ചിട്ടു. പിന്നെ ആ നേരത്ത് കിച്ചു ഇവനെ ജിത്തുവിനെ എടുക്കാൻ വന്നപ്പോ അവനും വീണു. മീൻ പിടിക്കാൻ വന്നത് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് ഫെൻസിങ്ങിന് വൈദ്യുതി എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നെന്ന പോലീസിന്റെ FIR. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുള്ള കൊണ്ടുള്ള പ്രവൃത്തിയെന്നും FIRൽ പരാമർശം. അനന്തുവിന്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിലമ്പൂരിൽ നിന്ന് V. ദിലീപ് കുമാർ, ബിപിൻ C. വിജയൻ, സുഹൈൽ മുഹമ്മദ്, ശ്രീജിത്ത് ശ്രീകുമാർ എന്നിവർ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. വല്ലാത്ത പ്രഭാതമായി പോയി. കാരണം ഈ കുട്ടിയുടെ മരണം വല്ലാതെ ഷോക്കേൽപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ അത് വല്ലാത്ത സംഘർഷം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യം V. ദിലീപ് കുമാർ ചേരുകയാണ്. ദിലീപ്, ശരിക്കും ഇത് വൈദ്യുതി മോഷ്ടിച്ച് ഇറച്ചി തിന്നാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്ന് വരുന്ന വാർത്തയിൽ എത്രമാത്രം സത്യമുണ്ട്? ഇത് വൈദ്യുതി ഫെൻസിങ് സാധാരണ കാണാറുള്ള ഈ വന്യമൃഗങ്ങളെ അവരുടെ അതായത് കർഷകരുടെ കാർഷിക വിളകൾ അത് സംരക്ഷിക്കുന്നതിന് ഇത്തരം ഭൂമികളിൽ ഫെൻസിങ്ങുകൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു വൈദ്യുതി വേലി ആയിരുന്നില്ല. മാത്രമല്ല വൈദ്യുതി വകുപ്പ് ഇപ്പോൾ അങ്ങനെ ഈ വൈദ്യുതി ഉപയോഗിച്ചുള്ള ഫെൻസിങ്ങുകൾക്ക് അനുമതി നൽകാറില്ല. സോളാർ ഫെൻസിങ്ങുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അനധികൃതമായാണ് ഈ വൈദ്യുതി എടുത്തിട്ടുള്ളത് എന്ന കാര്യം ഇന്നലെ ആ സ്പോട്ടിലെത്തിയപ്പോൾ തന്നെ മനസ്സിലായതാണ്. അതായത് ഇതൊരു വനപ്രദേശത്തു കൂടിയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. ആ വൈദ്യുതി ലൈനിൽ ഏതാണ്ട് നല്ല ഉയരത്തിലുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ നിന്ന് നേരിട്ട്, അതായത് ഒരുപക്ഷെ ഈ കമ്പി മുള ഉപയോഗിച്ചായിരിക്കണം അതിൽ കൊളുത്തിയിട്ടുണ്ടാവുക. അതിൽ നിന്ന് നേരിട്ട് വൈദ്യുതി എടുത്ത് വൈദ്യുതി മോഷ്ടിച്ച് അത് നേരെ കുറച്ച് ദൂരം ആ കമ്പി കൊണ്ടുവരിക. അത് കുറച്ച് ദൂരം ഇൻസുലേറ്റഡ് വയറുണ്ട്. അത് അല്ലാത്ത ചില സ്ഥലങ്ങളിലെല്ലാം, അതായത് തോടിന് കുറുകെ ഒരു ചെറിയൊരു കൈത്തോടാണ്, ആ തോടിന് കുറുകെ ജലനിരപ്പിന് തൊട്ടു മുകളിലായി ഈ കമ്പി സ്ഥാപിക്കുക അതിന്റെ തന്നെ ആ സ്ഥാപിച്ചതിനു ശേഷം തോടിന് കുറുകെ സ്ഥാപിച്ച കമ്പി അതിന്റെ ഒരറ്റം പിന്നീട് വെള്ളത്തിലേക്ക് തന്നെ കുറച്ചു ദൂരം നീട്ടിയിടുക. ഇതാണ് അവിടെ കണ്ടത്. അത് അനധികൃതമായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് വ്യക്തമല്ല. പന്നികളെ പിടികൂടാനാണ്, മൃഗങ്ങളെ പിടികൂടാനാണ് ഈ കെണി ഒരുക്കിയതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. കാരണം സാധാരണ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഫെൻസിങ് ആയിരുന്നില്ല. ഇതിങ്ങനെ ഒരു കമ്പി കുറുകെ കെട്ടിയുള്ള ഒരു രീതിയായിരുന്നു. മാത്രമല്ല ഇത് പന്നികൾ കൂട്ടമായി കടന്നുപോകുന്ന ഒരു പാതയാണ് ഇതുവഴി ഉള്ളത്. അതുകൊണ്ട് പന്നികളെ കൊടുക്കാനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെ അനധികൃതമായി രാത്രിയിലാണ് ഇത് സ്ഥാപിക്കുക. ഇത്തരത്തിലുള്ള നമുക്കൊപ്പം ചേർന്നത്